നമുക്ക് മനസ്സ് തുറക്കാനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ എല്ലാ പരിഭവങ്ങളും പങ്കുവയ്ക്കുവാനും നമുക്ക് നമ്മുടേതായി സ്നേഹനിധിയായി ഒരു ഈശോയുണ്ട്. അതോടൊപ്പം ഈശോയോട് കൂടെ കാൽവരി വരെ കൂടെ സഞ്ചരിച്ച, നമ്മുടെ തകർച്ചകളിലും നമ്മുടെ വേദനകളിലും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മ നമുക്കുണ്ട്. ഇങ്ങനെ നമ്മെ സ്വർഗത്തിലെത്തുന്നതുവരെ നമ്മെ പരിപാലിക്കാൻ, നമ്മെ സംരക്ഷിക്കാൻ, നമ്മെ വിശുദ്ധിയിലേക്ക് ആനയിക്കാൻ മാതാവിന്റെ കൈപിടിച്ച് ഈശോയിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപിടി മനോഹരമായ ഗാനങ്ങളുമായി സ്വർഗീയനാദം ഇന്നിവിടെ ആരംഭിക്കുന്നു. ദൈവത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്ന ഒരു ഗാനമാണ് സ്വർഗീയനാദത്തിൽ ഞാൻ ആദ്യമായിട്ട് ആലപിക്കുന്നത്. സ്വർഗത്തിലും ഈ ഭൂമിയിലും ആരാധനയ്ക്കും എല്ലാ പുകഴ്ചകൾക്കും സ്തുതികൾക്കും യോഗ്യനായ ഒരേ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തിനെ പുകഴ്ത്തി പാടുന്ന, ദൈവത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്ന ഒരു മനോഹര ഗാനം നമുക്ക് ശ്രവിക്കാം സ്വർഗീയനാദത്തിലൂടെ. ും
ആരാധനകളിലും കൺവെൻഷനുകളിലും ഒക്കെ നമ്മൾ ഒത്തിരി തവണ കേൾക്കുന്ന ഒരു ഗാനമാണിത്. എനിക്ക് തോന്നുന്നു ആരാധനയുടെ കുർബാന എഴുന്നള്ളിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ഗാനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈശോയുടെ അല്ലെങ്കിൽ മഹിമ പ്രതാപത്തോടെ എഴുന്നള്ളി വരുന്ന ഈശോയുടെ ഒരു പ്രാഭവവും പ്രൗഢിയും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു ഗാനം കൂടിയാണ് ഏഴുവിളക്കിൻ നടുവിൽ. നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അനേക മാലാഖമാരും വിശുദ്ധരും വേദപാരംഗത രക്തസാക്ഷികളും ഒക്കെ ചേർന്ന് സ്തുതി പാടുന്ന, ഹല്ലേലൂയ പാടുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ ഒത്തിരി മഹിമ പ്രതാപത്തോടെ വാഴുന്ന ഒരു ഈശോയെ യോഹന്നാന്റെ വെളിപാടിൽ ചിത്രീകരിക്കുന്നുണ്ട്. ആ പാട്ടിൽ നമ്മൾ ആവർത്തിച്ച് പാടുന്ന ഒരു വരിയുണ്ട്, ആദിയും അന്ത്യവും നീ മാത്രമേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കെല്ലാം യോഗ്യനായവൻ നീ മാത്രമേ. അങ്ങനെ അത്രമാത്രം വലിയൊരു ആരാധനാ സമൂഹത്തിന്റെ അകമ്പടിയോടുകൂടി നമുക്ക് മുമ്പിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ വെളിപ്പെടുത്തുന്ന ഒരു മനോഹര ചിത്രം കൂടിയാണ് ആ പാട്ട്. അപർണ ആ ഗാനം മനോഹരമായിട്ട് പാടി നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അനേകം ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഗാനമാണ് നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ. പരിശുദ്ധ മാതാവിന്റെ മാതൃസ്നേഹം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണിത്. യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ ആദ്യം മുതൽ കാൽവരിയിലെ കുരിശുമരം വരെ യേശുവിനൊപ്പം സഞ്ചരിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. ആ പരിശുദ്ധ മറിയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു നല്ല ഗാനം ഈ സ്വർഗീയനാദത്തിലൂടെ നമുക്ക് കേൾക്കാം.
മാതാവിന്റെ അതിമനോഹരമായ ഒരു ഗാനമാണ് റീമ ആലപിച്ചത്. ആദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ എല്ലാ സഹനങ്ങളും ഈ ഒരു പാട്ടിലൂടെ, പരിശുദ്ധ അമ്മ കടന്നുപോയിട്ടുള്ള ജീവിതത്തിലെ പല ഘട്ടങ്ങളും ഈ ഒരു ഗാനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ എന്റെ മനസ്സിലൂടെ വേറൊരു ചിന്തയും കൂടിയും പെട്ടെന്ന് കടന്നുപോയി. അതായത് ഈശോ അമ്മയുടെ ഉദരത്തിലുള്ള ഒരു കുഞ്ഞിനോട് പറയുന്ന ഒരു കാര്യം പോലെ, അതായത് നീ പുറത്തേക്ക് വരുമ്പോ നിന്റെ തകർച്ചയിലും നിനക്ക് നിന്റെ ജീവിതത്തിൽ വരുന്ന എന്തൊരു കാര്യത്തിനും നിനക്ക് കൂടെ നിൽക്കാൻ ഞാനൊരു അമ്മയെ കൂടി തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലൂടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാതാപിതാക്കളെ എത്രത്തോളം നമ്മൾ അവർക്ക് വിധേയരായി ജീവിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലോട്ട് കൊണ്ടുവരാം. അവരെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാനും, അവർ ഈശോ തന്നിട്ടുള്ള ഒരു ദാനമാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണെന്നുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഒരു ചിന്തയോടുകൂടി സ്വർഗീയ ഗാനത്തിലെ അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്തതായി മനസ്സ് തുറന്നൊന്ന് പങ്കുവച്ചു, തിരുമുറിവിൽ നോക്കി ഞാൻ ആശ്വസിച്ചു എന്നുള്ള പീറ്റർ ചേരാനല്ലൂരിന്റെ ഒരു ഗാനമാണ് ഞാൻ പാടുന്നത്. വരികൾ കൊണ്ട് ഒത്തിരി ആശ്വാസം തോന്നുന്ന, നമുക്കൊത്തിരി ഈശോയുടെ സ്നേഹം തോന്നുന്ന ഒരു മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. മനസ്സു തുറന്നൊന്നു പങ്കുവച്ചു, തിരുമുറിവിൽ നോക്കി ഞാൻ ആശ്വസിച്ചു. വിഴിനീരുമായ്ക്കും സ്നേഹമേ നിൻ തിരുമാറിൽ എൻ മുഖം ചേർത്തുവച്ചു. മനസ്സിന്റെ ഭാരങ്ങളിറക്കി വച്ചു. മനസ്സു തുറന്നൊന്നു പങ്കുവച്ചു, തിരുമുറിവിൽ നോക്കി ഞാൻ ആശ്വസിച്ചു. മിഴിനീരുമായ്ക്കും സ്നേഹമേ നിൻ തിരുമാറിൽ ഉന്മുഖം ചേർത്തുവച്ചു. മനസ്സിന്റെ ഭാരങ്ങളിറക്കി വച്ചു. ഇത്രയും നാളും ദൈവമേ നിൻ വഴി എത്രയോ അജ്ഞാതമായിരുന്നു. രക്ഷയായി നീ വന്നില്ലായിരുന്നെങ്കിലും ജീവിതം കൂരിരുളായിരുന്നു. ഞാനത്ര നിരാശനായി തീർന്നിരുന്നു. മിത്രമായി നീ എന്നെ തേടി വന്നു. മനസ്സു തുറന്നൊന്നു പങ്കുവച്ചു, തിരുമുറിവിൽ നോക്കി ഞാൻ ആശ്വസിച്ചു. മിഴിനീരുമായ്ക്കും സ്നേഹമേ നിൻ തിരുമാറിൽ എൻ മുഖം ചേർത്തുവച്ചു. മനസ്സിന്റെ ഭാരങ്ങളിറക്കി വച്ചു.
ചിന്തിയൊരാ ചോരയിൽ എൻ ചോര പാപങ്ങൾ നീ കഴുകി. ദുഃഖിതനായിരുന്നെന്റെ ജീവിതം സ്നേഹത്തിൻ കൈകളാൽ നീ തഴുകി. വാത്സല്യധാരയിൽ ഞാൻ മുഴുകി. ശ്വാസത്തണലിൽ ഞാൻ മയങ്ങി. മനസ്സു തുറന്നൊന്നു പങ്കുവച്ചു. തിരുമുറിവിൽ നോക്കി ഞാൻ ആശ്വസിച്ചു. മിഴിനീരുമായ്ക്കും സ്നേഹമേ നിൻ തിരുമാറിൽ എൻ മുഖം ചേർത്തുവച്ചു. മനസ്സിന്റെ ഭാരങ്ങളിറക്കി വച്ചു. മനസ്സു തുറന്നൊന്നു പങ്കുവച്ചു. തിരുമുറിവിൽ നോക്കി ഞാൻ ആശ്വസിച്ചു. മിഴിനീരുമായ്ക്കും സ്നേഹമേ നിൻ തിരുമാറിൽ എൻ മുഖം ചേർത്തുവച്ചു. മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വച്ചു. ദൈവത്തിന്റെ വലിയൊരു സ്നേഹം നമുക്ക് ഈ പാട്ടിലൂടെ അനുഭവിക്കാൻ പറ്റും. കാരണം നമുക്ക് എന്തൊക്കെ വേദന വരുമ്പോഴും പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്ത് ദൈവത്തിന് അകന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ദുഃഖം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ആദ്യം നമുക്ക് ഓടിയെത്താൻ പറ്റുന്ന ഒരു സ്ഥലം, അതാണ് ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പാട്ടിൽ പറയുന്ന പോലെ തന്നെ, മിഴനീരുമാക്കും സ്നേഹമേ നിൻ തിരുമാറിൽ എൻ മുഖം ചേർത്ത് വെച്ചു. എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് സങ്കടം വന്നാലും ദൈവത്തിന്റെ മാറിൽ ചേർന്ന് നിന്നാൽ നമുക്ക് കിട്ടുന്ന ആശ്വാസം അത് വളരെ വലുതാണ്. ആ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് എപ്പോഴും നിൽക്കാം എന്നൊരു നല്ല ചിന്തയോടുകൂടി നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. അടുത്തതായി സ്വർഗീയനാഥത്തിൽ ഞാൻ ആലപിക്കുന്നത് പാപബോധവും പശ്ചാത്താപവും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപർണയുടെ ആദ്യത്തെ പാട്ടിൽ പറഞ്ഞതുപോലെ ആരാധനയ്ക്കും സ്തുതിക്കും പുകഴ്ചയ്ക്കും എല്ലാം യോഗ്യനായവൻ ഈശോ മാത്രമാണ്. ആ ഈശോയുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ തെറ്റുകൾ ചെയ്യുന്നു. ആ തെറ്റുകളുടെ ബോധ്യം മനസ്സിലാക്കാനുള്ള ഒരു ഗാനം കൂടിയാണ് സ്വർഗീയനാഥത്തിൽ അടുത്തതായി ഞാൻ പാടുന്നത്. പാപബോധവും പശ്ചാത്താപവും എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ശ്രവിക്കാം.
ദുഃഖത്തെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചുമുള്ള ഒത്തിരി പഴയതും എന്നാൽ ഇന്നും നമ്മൾ കേട്ടാൽ ഒത്തിരിയേറെ നമുക്ക് ഈശോയുടെ സ്നേഹവും അനുതാപത്തിലേക്കൊക്കെ കടന്നു വരാൻ കഴിയുന്ന മനോഹരമായ ഗാനമാണ് പാപബോധവും പശ്ചാത്താപവും എന്ന് തുടങ്ങുന്ന ഗാനം. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് 2 പ്രശ്നങ്ങളാണ് നമ്മളെ ഈശോയിൽ നിന്ന് അകറ്റുന്നത്. ഒന്ന്, ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തെറ്റുകളും ഒക്കെ മറ്റൊരാളുടെ മേലെ കുറ്റം ആരോപിക്കുക. 2, ഞാൻ എപ്പോഴും നല്ലവനാണ്, എന്റെ ഭാഗത്ത് തെറ്റുണ്ടാകുന്നില്ല എന്ന് ന്യായീകരിക്കുക. ഇത് രണ്ടിനെയും വളരെ മനോഹരമായ ഒരു 2 വരിയിൽ തീർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചരണത്തിൽ നമ്മൾ പാടുകയാണ്, ആത്മവഞ്ചന ചെയ്ത് ഞാൻ എന്റെ പാപത്തെ പൂഴ്ത്തി വെക്കില്ല. ആ ഒരു തീരുമാനമാണ് തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ വിശുദ്ധിയിലേക്ക് നയിക്കേണ്ടതും വിശുദ്ധിയിലേക്ക് അടുപ്പിക്കേണ്ടതും. തീർച്ചയായിട്ടും അങ്ങനെ വളരെ ലളിതമായ വരികൾ കൊണ്ട് നമ്മെ പാപബോധത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിക്കുന്ന മനോഹരമായ ഗാനം മെറിൻ നന്നായിട്ട് പാടി. ഇന്ന് ഈ ഗാനങ്ങളൊക്കെ ഇവിടെ പൂർത്തിയാകുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. സ്വയം തെറ്റുകൾ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ പ്രതി അനുദപിക്കാൻ കഴിയുന്ന ഒരു ഹൃദയത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റുപറയുന്ന ഒരു ജീവിതശൈലിയിലേക്ക്, വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാനുള്ള തീവ്രമായ ഒരു അഭിലാഷവും ആഗ്രഹവും ഉണ്ടാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് സ്വന്തമാക്കാം. ആ യഥാർത്ഥമായ അനുതാപത്തിലൂടെ, പാപബോധത്തിലൂടെ ഈശോയുടെ സ്നേഹവും സമാധാനവും പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തീയ ജീവിതം, ഒരു മനോഹരമായ വിശുദ്ധ ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗീയനാദം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ദൈവത്തിന് സ്തുതി. Ave Maria, Ave Maria, Kanyadameriyamme. 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 Ave, Ave, Ave Maria, Ave, Ave, Ave Maria, Ave, Ave, Ave Maria, Ave, Ave, Ave Maria. മനസ്സു തുറന്നൊന്നു പങ്കുവച്ചു തിരുമുറിവിൽ നോക്കി ഞാൻ ആശ്വസിച്ചു.